ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഒന്ന് നമ്മുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യണേ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ സദ്യയിലെ എരിശ്ശേരിയാണ് കേട്ടോ. വൻപയറും മത്തനും കൂടിയുള്ള എരിശ്ശേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ 1 കപ്പ് വൻപയർ 3 മണിക്കൂർ കുതിർത്ത് വെച്ച് കഴുകിയെടുത്തതാണ്. ഇതുപോലെ ഒരു കുക്കറിലിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ. പ്രഷർ കുക്കറിലിട്ടാണ് വേവിച്ചെടുക്കുന്നത്. നമുക്ക് ഈ പയർ കഴുകിയത് നമുക്കിതിലേക്ക് ഇട്ടെടുക്കാം. ഇതുപോലെ ഞാൻ 1 ഗ്ലാസ് വെള്ളമാണ് ഇതിന് വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ കല്ലുപ്പാണ് ചേർത്തത്. ഞാൻ ഇതിലിട്ട് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പിലയാണ് കേട്ടോ. ഞാനിതൊരു മൂടി വെച്ചിട്ട് ഒരു 4 വിസിൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 4 വിസിൽ അടുപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു 1/2 കിലോ മത്തനാണ് എടുത്തത് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കുരുവൊക്കെ കളഞ്ഞ് നമുക്ക് കഷ്ണാക്കിയെടുക്കാം. ഞാനെല്ലാം മത്തൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മുടെ വൻപയറൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല പോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് മത്തങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ ഉപ്പ് ചേർത്തായിരുന്നേ. ഇപ്പം ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിതിലേക്ക് ഒരു പച്ചമുളകാണ് ചേർത്തെടുക്കുന്നത് കേട്ടോ. ഇങ്ങനെ അരിഞ്ഞു കൊടുക്കുന്നത് കേട്ടോ. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മൂടി അടച്ച് വേവിക്കാം. 1 വിസിലായാൽ മതി കേട്ടോ. നമുക്ക് മത്തൻ വേവുന്ന സമയത്ത് കുറച്ച് അരപ്പ് തയ്യാറാക്കാം കേട്ടോ. കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇച്ചിരി ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ ചതച്ചെടുത്താൽ മതി കേട്ടോ. കണ്ടില്ലേ, നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കൊന്നും വേണ്ട. ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി. നമ്മളെ കുക്കറൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതെല്ലാം ഒന്ന് ഒരു തവ വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിങ്ങനെ ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ. നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കാം. നല്ലപോലെ ഉടഞ്ഞ് കിട്ടും കേട്ടോ. കണ്ടില്ലേ, ഉടച്ചെടുക്കാം. ഇത് കണ്ടില്ലേ, നല്ല പോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ അരപ്പില്ലേ, അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം. മിക്സി കഴുകിയിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അധികം വെള്ളമാക്കണ്ട കേട്ടോ. വെള്ളമാക്കാത്ത മത്തങ്ങയാണ് ടേസ്റ്റ് കേട്ടോ. കണ്ടില്ലേ, ഇത് ഒരു 5-10 മിനിറ്റ് വേണം കേട്ടോ. നമുക്ക് ഗ്യാസിൻ്റെ മുകളിൽ വെച്ചിട്ട് കുറച്ചൊന്ന് വേവിക്കണം കേട്ടോ. ആ തേങ്ങ അരപ്പെല്ലാം ഒന്ന് വെന്ത് കിട്ടണം. കണ്ടില്ലേ, ഇതിന് കുറച്ച് ഉപ്പ് കുറവാണ് കേട്ടോ. ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. വരുമ്പോഴേക്കും നമുക്ക് വേറൊരടുപ്പിൽ കുറച്ച് ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. വെളിച്ചെണ്ണ തന്നെ ഇടാൻ ശ്രമിക്കുക. എന്നാലേ നമ്മളൊരു നാടൻ ടേസ്റ്റൊക്കെ കിട്ടത്തുള്ളൂ കേട്ടോ. നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഉണക്കമുളകും ഇട്ട് കൊടുക്കാം. പിന്നീട് അതിലേക്ക് തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. തേങ്ങ വറുത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ എന്തായാലും ഇപ്രാവശ്യത്തെ ഓണത്തിന് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കിതൊന്ന് വറുത്ത് ഒരു ബ്രൗൺ കളർ ആവുന്നവരെ വറക്കണം കേട്ടോ. തേങ്ങ കുറച്ച് അധികം എടുത്ത് ആയാലും കുഴപ്പമില്ല കേട്ടോ.
തേങ്ങ അധികം ആവുന്നതിന് ടേസ്റ്റ് കൂടി വരും കേട്ടോ. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇവിടെ തേങ്ങ നന്നായിട്ട് ബ്രൗൺ നിറമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ച മത്തനെല്ലാം ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നല്ല മണമാണ് കേട്ടോ, വെളിച്ചെണ്ണേൻ്റെ ഒക്കെ നല്ല മണം. ബാക്കിയുള്ളതും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ നല്ല മണമാണ്. അത്യാവശ്യം എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. വെള്ളമാക്കേണ്ടവർക്ക് കുറച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പക്ഷെ വെള്ളം ഇല്ലാതെയാണ് ഇത് നല്ല കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ മത്തങ്ങ വൻപയർ എലിശ്ശേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. നല്ല അടിപൊളിയായിട്ടാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്കിതൊരു സർവിങ് ബൗളിലേക്ക് മാറ്റാം. നമ്മളൊരു ചട്ടിയിൽ മൺചട്ടിയിലൊക്കെ സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. വൻപയർ മത്തങ്ങ എരിശ്ശേരിയാണ്. എല്ലാവർക്കും ഹാപ്പി ഓണം. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.